ബലാത്സംഗ കേസിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സംസ്ഥാനവും സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്യും. ഇടക്കാല ഉത്തരവിന് മുൻപ് തങ്ങളുടെ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെടും. തന്റെ വാദം കേൾക്കാതെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കരുത് എന്നാവശ്യപ്പെട്ട് അതിജീവിതയും തടസ്സ ഹർജി ഫയൽ ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ബാലഗോപാലുണ്ട്, കൊച്ചിയിൽ അരുൺ ശങ്കർ, തിരുവനന്തപുരത്ത് അനന്തകൃഷ്ണനുമുണ്ട്. ആദ്യം ബാലഗോപാലിലേക്ക്. ബാലുചേട്ടാ, ഗുഡ് മോർണിംഗ്. ഇന്ന് സർക്കാരും തടസ്സ ഹർജി സമർപ്പിക്കുകയാണല്ലോ, എന്താണ് വിശദാംശങ്ങൾ? മോത്തി, ഗുഡ് മോർണിംഗ്. അല്പസമയം മുമ്പാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. തുടർന്ന് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായ നിഷരാജൻ ശങ്കറിന് ഈ തടസ്സ ഹർജി ഫയൽ ചെയ്യുന്നതിനുള്ള നിർദ്ദേശം നൽകിയതായാണ് നമുക്ക് ഉന്നത സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും ശക്തമായ നടപടി എടുക്കണമെന്ന് ഈ സർക്കാരിന്റെ ഉന്നത തലങ്ങളിൽ തീരുമാനമുണ്ടാകുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ അന്വേഷണ സംഘവും ഇത്തരമൊരു ആവശ്യം സർക്കാരിന് മുമ്പാകെ വെച്ചതായാണ് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഈ തടസ്സ ഹർജി ഫയൽ ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന് വേണ്ടി മുൻ സോളിസിറ്റർ ജനറലും അതുപോലെ തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രമുഖനായ ക്രിമിനൽ അഭിഭാഷകനുമായ രഞ്ജിത് കുമാറിനെ ഹാജരാക്കുവാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഒരുപക്ഷെ രഞ്ജിത് കുമാറിന് ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യമുണ്ട് എങ്കിൽ മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹരേൻ പി റാവലിനെ സംസ്ഥാന സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരാക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ വിവരങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ സംസ്ഥാന സർക്കാർ പെടുത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കേരള ഹൈക്കോടതിയുടെ ഉത്തരവിൽ തന്നെ ഈ കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ സിദ്ദിഖിന്റെ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ഖണ്ഡിക്കാൻ സാധ്യതയുണ്ട്. ഈ ഹൈക്കോടതി പരാമർശങ്ങൾ ഉൾപ്പെടെ നീക്കി കിട്ടണമെന്നൊരാവശ്യവും സിദ്ദിഖിന്റെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ രഞ്ജിത് കുമാറിനോ ഹരേൻ പി റാവലിനോ ഇറക്കി ആ നീക്കത്തിന് തടയിടുവാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഈ തടസ്സ ഹർജി ഫയൽ ചെയ്യുന്നതായിരിക്കും. അതിജീവിതയും സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പ്രമുഖ അഭിഭാഷകർ ബൃന്ദ ഗ്രോവറാണ് അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാകുന്നത്. സിദ്ദിഖ് നിലവിൽ ഇതുവരെയും സുപ്രീം കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ സിദ്ദിഖ് ഫയൽ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. മോത്തി. ശരി ബാലുചേട്ടാ.